അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങൾ ചിലപ്പോൾ തുടരെ നഷ്ടങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാം എനിക്ക് പ്രതികൂലമാണ്, എൻ്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് പ്രതികൂലമാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായത് മടക്കിത്തരാനായി പോകുന്നു. ഈ ഒരു ആത്മീയ സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങൾ കൈമാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന ഒരു അത്ഭുതകരമായ വിടുതലിന് വേണ്ടിയാണ്. നഷ്ടമായി പോയ നന്മകൾ, നഷ്ടമായി പോയ അഭിവൃദ്ധി, നഷ്ടമായി പോയ ബന്ധങ്ങൾ, നഷ്ടമായി പോയ ആരോഗ്യം, നഷ്ടമായ ചൈതന്യം ദൈവം മടക്കിത്തരും. ആമേൻ. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ചില ദിവസങ്ങളായിട്ട് ഞാൻ ശാലോം സന്ദേശം UAE ഇരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നാട്ടിലേക്ക് വന്ന് കേരളത്തിലാണ് ദൈവവചനം പ്രസംഗിക്കുവാൻ ദൈവം അവസരം തരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ നിങ്ങൾ വിളിച്ചാൽ, വാട്സപ്പിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ബ്ലോക്കായി പോയി. അതുകൊണ്ട് ഞാൻ മറ്റൊരു നമ്പർ ഇതിനകത്ത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ആ നമ്പർ സേവ് ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മ പറയാണ്, നഷ്ടമായ അഭിവൃദ്ധി മടക്കിത്തരും, നഷ്ടമായ ചൈതന്യം മടക്കിത്തരും. യാക്കോബ് ഒരുപാട് വാഗ്ദത്വവും അനുഗ്രഹവും പ്രാപിച്ചവനാണ്, ഒരുപാട് നന്മകൾ പ്രാപിച്ചവനാണ്. ഒരു വടിയോടുകൂടി യോർദാൻ കടന്ന് തിരിച്ചു വന്നപ്പോൾ 2 കൂട്ടമായി മാറി. അവന് ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചവന്. പക്ഷെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അവന്റെ ജീവിതത്തിലും വേട്ടയാടി വീണ്ടും തുടർന്നു. അവന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവൻ പറഞ്ഞൊരു വാക്കാണ്, എല്ലാം എനിക്ക് പ്രതികൂലം, സകലതും എനിക്ക് പ്രതികൂലം തന്നെ. 10-12 മക്കളുണ്ട്, ആവശ്യത്തിന് സമ്പത്തുണ്ട്, എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും എല്ലാം പ്രതികൂലമായി മാറിയ ഒരുവൻ. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 36-ാം വാക്യം. അവിടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസേഫില്ല, ശിമയോനുമില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു, സകലവും എനിക്ക് പ്രതികൂലം തന്നെ. ഹല്ലേലൂയ. സകലതും പ്രതികൂലവുമായി തീർന്ന ഒരു മനുഷ്യൻ പറയാണ്, എന്റെ നരയെ ദുഃഖത്തോടു കൂടി നിങ്ങൾ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. ഏറ്റവും കഠിനമായ ശോധനയിൽ പാതാളത്തിലേക്ക് പോകാൻ. പക്ഷെ ദൈവം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയം വന്നപ്പോൾ യോസേഫ് മന്ത്രിയായി മാറി. യോസേഫ് മന്ത്രിയായി വന്നപ്പോൾ സകല ക്ഷാമത്തിലൂടെ കടന്നുപോയവർക്കും രക്ഷയായി. അക്കൂട്ടത്തിൽ യാക്കോബിനും കുടുംബത്തിനും രക്ഷയായി. അങ്ങനെ ഒടുവിൽ തിരിച്ചറിയുന്നു, യോസേഫ് മരിച്ചിട്ടില്ല, യോസേഫ് മന്ത്രിയായിരിക്കുന്നു. നഷ്ടമായെന്ന് പറഞ്ഞ നന്മകളും, നഷ്ടമായെന്ന് പറഞ്ഞ മകനും, നഷ്ടമായെന്ന് പറഞ്ഞ സഹോദരങ്ങളൊക്കെ മടക്കി വരുന്നു. അങ്ങനെ യോസേഫ് അപ്പനെ കൂട്ടാനായിട്ട് കനാൻ ദേശത്തേക്ക് യോസേഫിന്റെ രാജകീയമായ രഥങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത്, യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ, തന്നെ കയറ്റിക്കൊണ്ടുപോകാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഉൽപ്പത്തി 45-27. വീണ്ടും ചൈതന്യം വന്നു. ആമേൻ. ദൈവം നിങ്ങൾക്ക് ചൈതന്യം തരും. നഷ്ടമായ സന്തോഷം, തലമുറയുടെ നന്മകൾ, രാമേൻ പറഞ്ഞ് കർത്താവ് നിങ്ങൾക്ക് തരുമ്പോൾ ചൈതന്യം വരും. ചൈതന്യം വന്നു. വാർദ്ധക്യത്തിൽ ലാസ്റ്റ് പീരീഡിൽ ഇരിക്കുന്ന യാക്കോബ്, നിങ്ങൾക്കറിയാമോ, 130-ാമത്തെ വയസ്സിലാണ് വീണ്ടും ദൈവം ഒരു ചൈതന്യം കൊടുക്കുന്നത്. അതിനുശേഷം 17 വർഷം കൂടെ മക്കളോട് കൂടെ, കൊച്ചുമക്കളോട് കൂടെ അവരെല്ലാം അനുഗ്രഹിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ചൈതന്യം ദൈവം മടക്കി കൊടുത്തു. പ്രിയമുള്ളവരെ, ദൈവം മടക്കിത്തരും. ആരോഗ്യവും സൗഖ്യവും നന്മകളും മടക്കിത്തരും. ആമേൻ പറഞ്ഞു. കാരണം ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ജീവിതാനുഭവങ്ങൾ വചനം പറയുന്നത് എന്തിനാ ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലും അതിലും വലിയ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഈ വചനം വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. അബ്രഹാമിന് 75 വയസ്സായപ്പോൾ ദൈവം വാഗ്ദാനം കൊടുത്തു, തലമുറയുടെ വാഗ്ദാനം. 100-ാമത്തെ വയസ്സിൽ അത് നിവർത്തിച്ചും കൊടുത്തു. അങ്ങനെ 24 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അവന്റെ ആദ്യത്തെ 75 വർഷം നഷ്ടമായല്ലോ, എൻ്റെ ആരോഗ്യം, യൗവനം നഷ്ടമായല്ലോ എന്ന് ചിന്തിച്ചതാണ്. പക്ഷെ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമിന് ഒരു തലമുറയെ കിട്ടിക്കഴിഞ്ഞ് അടുത്ത ഒരു 75 വർഷം കൂടെ ദൈവം ബാക്കി കൊടുത്തു. അങ്ങനെ 175 വർഷം അബ്രഹാം ജീവിച്ചിരുന്നു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മക്കളായ യാക്കോബിനെയും ഏശാവിനെയും 15 വർഷം അബ്രഹാം വളർത്തത്തക്ക രീതിയിൽ ദൈവം വലിയ നഷ്ടമായ 75 സംവത്സരം മടക്കി നൽകി. ദൈവം വിശ്വസ്തനാകട്ടോ. ആമേൻ. യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായപ്പോഴും ദൈവത്തെ തന്നെ കാത്തിരുന്നു. അവന് ദൈവത്തെ തന്നെ കാത്തിരുന്നു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ യോബിനെല്ലാം ഇരട്ടിയായി നൽകിയ ദൈവം.
ഹല്ലേലൂയ. ഇക്കാര്യത്തിൽ ഈ ദൂത് നിങ്ങൾ കേൾക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് നഷ്ടം നേരിട്ടത്? ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് എല്ലാം കൈവിട്ടു പോയല്ലോ, എല്ലാം പ്രതികൂലമെന്ന് ചിന്തിച്ചത്? ഏത് മേഖലയിലാണ് ഇതിന്റെ അവസാനമാണ് എന്ന് ചിന്തിച്ചു പോയത്? കർത്താവ് പറയുന്നു, ആ മേഖലയിൽ നിന്ന് ദൈവം നിങ്ങളെ ആ നന്മകൾ നഷ്ടമായത് മടക്കി തന്ന് ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. മോശയുടെ ജീവിതത്തിൽ ആ രണ്ടാമത്തെ 40 വർഷം, ആദ്യത്തെ 40 വർഷം വളരെ ബഹുമിടുക്കനായിരുന്നു. രണ്ടാമത്തെ 40 വർഷം എല്ലാം നഷ്ടമായ ഒരു ആട്ടിടയനെ പോലെ ജീവിക്കേണ്ടി വന്നു 40 വർഷം. എന്നാൽ ദൈവം അവനെ വീണ്ടും വിളിച്ചപ്പോൾ, ദൈവത്തെ അനുസരിച്ചപ്പോൾ, ദർശനം കിട്ടിയപ്പോൾ ദൈവം അടുത്ത ഒരു 40 കൂടെ നഷ്ടമായ ആ 40 വർഷം തിരികെ നൽകി മോശയെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം നഷ്ടങ്ങളെ തിരിച്ചു തരും. നവോമിയുടെ ജീവിതം അങ്ങനെയല്ലേ? എല്ലാം നഷ്ടം, ഇനി മാറയെന്ന് വിളിച്ചാൽ മതി എന്ന് അവൾ പറഞ്ഞത്. സർവശക്തൻ എനിക്ക് വിരോധമായി സാക്ഷീകരിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ മാറയെന്ന് വിളിക്കുവിൻ, അല്ലേ? മാറയെന്ന് വിളിക്കും. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം. പക്ഷെ 4-ാം അധ്യായം 17-ാം വാക്യം വന്നപ്പോൾ എല്ലാം നഷ്ടമായി, ഇനി തലമുറ ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. പക്ഷേ 4:17 വന്നപ്പോൾ രൂത്തിനുണ്ടായ തലമുറ നവോമി എടുത്ത് വളർത്തിയപ്പോൾ സമൂഹം പറഞ്ഞു, നവോമിക്കൊരു കുഞ്ഞുണ്ടായി, ദാവീദിന്റെ വല്യപ്പനായ ഓബേദ്. ഹല്ലേലൂയ. നഷ്ടമായി, ഇനി കയ്പായി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞെടുത്ത് ദൈവം സന്തോഷവും ആനന്ദവും നൽകി നവോമിയെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നഷ്ടമായതിനെ മടക്കിത്തരാൻ ദൈവത്തിന് കഴിയും. ഈ വചനങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ഈ വചനം സ്വീകരിച്ച് ആമേൻ പറയണം, നോട്ട് ചെയ്യണം വചനം. എന്നിട്ട് നിങ്ങൾ ആ വചനം വായിച്ചിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യണം. നഷ്ടമായ എന്റെ നന്മകൾ മടങ്ങി വരട്ടെ, യേശുവിന്റെ നാമത്തിൽ ആരോഗ്യം മടങ്ങി വരട്ടെ, സൗഖ്യം മടങ്ങി വരട്ടെ, വർഷങ്ങൾ മടങ്ങി വരട്ടെ. ദൈവിക പദ്ധതിക്ക് വേണ്ടിയാ കേട്ടോ. ഇനി യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായി വെട്ടുക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും ഒക്കെ ഘട്ടം ഘട്ടമായി നിങ്ങളുടെ നന്മകൾ അപഹരിച്ചില്ലേ? ഇല്ലേ? പല മേഖലയിൽ നിന്നും പലരും, ഇല്ലേ? കർത്താവ് പറയാണ്, ഞാനത് മടക്കിത്തരും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. മടക്കിത്തരും. വിശ്വസിക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മടക്കിത്തരുന്ന ആനന്ദം മടക്കിത്തരും, ആഹ്ലാദം മടക്കിത്തരും, അനുഗ്രഹം മടക്കിത്തരും, സ്വസ്ഥത മടക്കിത്തരും, സമാധാനം ദൈവം തരും. അതിന്റെ സമയത്തിലേക്ക് ദൈവം കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഈ ദൂത് ഇന്നും ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെ മടക്കി തരുന്നൊരു ദൈവമുണ്ട്. പ്രിയ കർത്താവേ, സന്ദേശം കേൾക്കുന്നവരെ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ നഷ്ടമായോ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ, ഇതെല്ലാം ദൈവം മടക്കി കൊടുക്കുവാൻ വിശ്വസ്തനായിരിക്കാൻ നന്ദി. കർത്താവെ, അവിടുന്ന് വാക്ക് പറഞ്ഞതുപോലെ ഇവരുടെ ജീവിതത്തിൽ നിവർത്തിച്ചു നൽകണം. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ദൈവിക മഹത്വം കാണുവാനിടയാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ കുറച്ചു പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.